ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്ന മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ബോർഡുകൾ അതിനെ എങ്ങനെയൊക്കെ കൊടുക്കണം, എവിടെയൊക്കെ മെഷർമെൻറ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ എൻട്രൻസ് 130 സെൻറ്റിമീറ്റർ ആ ബോക്സിൻ്റെ അടിവശം വരാവുന്ന രീതിയിൽ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ അടിവശം വരാവുന്ന രീതിയിലാണ് നമ്മളൊരു ബോക്സ് കൊടുക്കുന്നത്. അത് 8 മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് 8 സ്വിച്ച് കൊടുക്കാവുന്ന രീതിയിൽ ഉള്ള ബോക്സ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ ബെഡ് ഇടുന്ന പൊസിഷൻ ആദ്യമേ തന്നെ തീരുമാനിക്കണം. അത് നമ്മളിവിടെ ചെയ്യുന്ന മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് 6 അടി കട്ടിലിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ആ കട്ടിലിടുന്നത് നമ്മൾ റൂമിൻ്റെ സെൻറ്ററായിട്ട് ഇടാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ഒരുപാട് നീങ്ങാത്ത രീതിയിൽ അധികം സെൻറ്ററായിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് 6 അടി കോട്ടാന്ന് ഞാൻ പറഞ്ഞു. അതായത് 3 അടി സെൻറ്ററിൽ നിന്ന് 3 അടി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കും 3 അടി ഇപ്പുറത്തെ സൈഡിലേക്കും മാറ്റി വെച്ചതിന് ശേഷം ഒരു സൈഡ് ടേബിൾ ഇടാവുന്ന രീതിയിൽ, ഒരു 50 സെൻറ്റിമീറ്റർ സൈഡ് ടേബിൾ ഇടാവുന്ന രീതിയിൽ, ഇതാണ് നമ്മുടെ കറക്റ്റ് സെൻറ്റർ വരുന്നത്. അതിൽ നിന്ന് 3 അടി അങ്ങോട്ടും 3 അടി ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു സൈഡ് ടേബിൾ ഇടാവുന്ന രീതിയിൽ 50 സെൻറ്റിമീറ്റർ സൈഡ് ടേബിൾ കട്ടിലിൻ്റെ സൈഡിൽ വരും. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 65 സെൻറ്റിമീറ്റർ 8 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 65 സെൻറ്റിമീറ്റർ കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പായിട്ട് നമ്മളൊരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിക്ചർ ലാമ്പ്. നമ്മുടെ ഏറ്റവും ടോപ്പിൽ കട്ടിലിൻ്റെ മുകളിൽ കിട്ടാവുന്ന രീതിയിൽ ഒരു പിക്ചർ ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു എക്സ്ട്രാ പ്ലഗ്, നമ്മുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കുത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പഠിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ റൂമിൻ്റെ അകത്ത് ചെയ്യണമെങ്കിൽ ചെറിയൊരു പ്ലഗ് സ്വിച്ചും വരാവുന്ന രീതിയിൽ ഒരു 3 മോഡ്യൂളിൻ്റെ ഒരു ബോക്സ്. അതായത് 3 സ്വിച്ച് എന്ന് ഉദ്ദേശിച്ച ഒരു പ്ലഗ് പ്ലഗ് സോക്കറ്റ് വരുന്ന സമയത്ത് 2 മോഡ്യൂളായി, പിന്നെ ഒരു സ്വിച്ച് വരുമ്പോൾ ഒരു മോഡ്യൂൾ, അങ്ങനെ ടോട്ടൽ 3 മോഡ്യൂൾ വരാവുന്ന രീതിയിൽ 110 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ നമ്മുടെ സർക്യൂട്ട് പോകുന്ന എല്ലാം തന്നെ മുകളിലൂടെയാണ്. അപ്പോൾ ആ പോകുന്ന സ്ഥലത്ത് നമ്മളൊരു 4 വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ലൈറ്റും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ എൻട്രൻസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ആയതുകൊണ്ട് 2 മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുത്തിരിക്കുന്നു. അവിടെ നമ്മുടെ എക്സോസ്റ്റും കൊടുക്കുന്നുണ്ട്. ബാത്റൂമിലേക്ക് കയറുന്ന ഒരു ലൈറ്റും വരുന്നുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡൈവേർട്ടർ സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ ക്ലോസറ്റ്, പിന്നെ വാഷ് ബേസിൻ്റെ ഏരിയ. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഫുഡ് ലാമ്പിൻ്റെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ സൈഡ് ആയതിൻ്റെ ഫുഡ് ലാമ്പ് ചെറിയ മങ്ങിയ വെട്ടം, അതായത് ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ രാത്രി നമ്മൾ ചെറിയൊരു മങ്ങിയ വെട്ടം ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഓൺ ചെയ്തിട്ടാൽ മതി. ഫുഡ് ലാമ്പ് ഓൺ ചെയ്തിട്ടാൽ മതി. അതുകൂടാതെ തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ചെറിയ മങ്ങിയ വെട്ടം ആവശ്യമുള്ളവർക്ക് ആ ഫുഡ് ലാമ്പ് ജസ്റ്റ് അത് നമ്മൾ താഴെ കണ്ട ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 20 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് 2 മോഡ്യൂളിൻ്റെ ഫുഡ് ലാമ്പ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്തെല്ലാം തന്നെ 4x4 PVC ബോക്സാണ് കൊടുത്തിരിക്കുന്നത്, സർക്യൂട്ട് പോകുന്ന സ്ഥലം. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കത് ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യാം, വയർ വലിക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കവിടെ ട്യൂബ് സെറ്റോ അല്ലെങ്കിൽ ഹോൾഡറോ അല്ലെങ്കിൽ ഫാൻസി ലൈറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻ കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു എക്സ്ട്രാ ഒരു ലൈറ്റ് കൂടി ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.